ഹലോ എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കർ അപ്പമാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ആരൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാനിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും എടുത്തില്ല, സോഫ്റ്റ് ആയിട്ടില്ല എന്നൊന്നും ആരും പറയില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഈ കുക്കർ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് നമുക്കൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇത് ഓൾറെഡി ഞാൻ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്. ഏകദേശം ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 4 പീസെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ടോട്ടൽ എടുക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം എന്ന് പറയുന്നത് തേങ്ങാ വെള്ളമാണ്. അത് അരി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും 1 കപ്പ് വെള്ളം ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. കാരണം അരിമാവിലേക്ക് നമ്മൾ ഈ ഒരു ശർക്കര പാനി ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് പച്ചരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ കുക്കറപ്പത്തിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങാവെള്ളമാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച തേങ്ങാവെള്ളം എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി കിട്ടുന്നതാണെങ്കിൽ അത് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ എടുത്തത് 1/2 കപ്പ് തേങ്ങാവെള്ളമാണ്. നിങ്ങൾ അരി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ് അളവിലാണെങ്കിൽ ഇത് ഗ്ലാസ് ഫുള്ളും ഒരു 1/4 ഗ്ലാസ് കൂടെയാണ് 250 ml കപ്പ് വരിക. 1/2 കപ്പ് ആകുമ്പം ഈ ഒരു ഗ്ലാസിൻ്റെ മുക്കാലോളാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചോറ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് തരി അരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങാ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാനിത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ അത് ഏലക്കായ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിയും ചോറൊക്കെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. നമ്മളിത് ഒഴിച്ചുപാടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ടയൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം കുറച്ചൊന്ന് തണിയുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കിത് ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വെക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മൂടി വെക്കാം. ഇനി കുക്കർ അപ്പത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി ആണെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കുക്കറിൽ നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കുക്കർ അപ്പത്തിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ആ ഒരു ഭാഗം വരെ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1 സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കൂടുതൽ ടൈമൊന്നും വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിലേക്ക് തന്നെ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മാവ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഈ ചെറിയ ഉള്ളി അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ആക്കി കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതിനുശേഷം നമ്മളിത് മൂടി വെക്കുമ്പോൾ വിസിൽ ഊരിയിട്ട് വേണേ മൂടി വെക്കാൻ. ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒരു സിമ്മിലേക്ക് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകുന്നതാണ്. സിമ്മിൽ നമുക്കൊരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിസിൽ ഊരിയിട്ട് ഇതിൻ്റെ മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ആകുമ്പോൾ ഈ ഭാഗത്ത് കൂടെ ചെറുതായിട്ടൊന്ന് പുക വരും, അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെറിച്ച് വരും. അപ്പോൾ നമുക്ക് സിമ്മിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ കറക്റ്റ് 15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കുക്കറപ്പം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇത് പൊടിഞ്ഞൊക്കെ പോകും. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആരൊക്കെ എടുത്തിട്ട് നല്ല കറക്റ്റായിട്ടുള്ള എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇനി ആരെടുത്തില്ല എന്നൊന്നും ആരും പറയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.